ഹായ് ഇസ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് വാട്ട് ഈസ് ഓസ്കാർ, എന്താണ് ഓസ്കാർ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അക്കാഡമിക് അവാർഡുകളെ ഔദ്യോഗികമായി വിളിക്കുന്ന പേരാണ് ഓസ്കാർ എന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിലായിരിക്കും ഓസ്കാർ പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ഈ ഓസ്കാർ നടത്തുന്നത് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം വഹിക്കുന്നത് AMPAS എന്ന സംഘടനയാണ്. അതായത് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് ആർട്സ് ആൻഡ് സയൻസ്. അതാണ് AMPAS എന്നതിൻ്റെ ഫുൾ ഫോം. അവരാണിത് നടത്തുക. ഈ വർഷം നടന്നത് 96ാമത്തെ എഡിഷനാണ് ഈ വർഷം നടന്നത്. അതായത് ചലച്ചിത്ര വ്യവസായത്തിലെ മികവുറ്റ് നിൽക്കുന്ന, സാങ്കേതികപരമായും കലാപരമായും മികവുറ്റ് നിൽക്കുന്ന പ്രതിഭകളെ അംഗീകരിക്കുക, അവർക്ക് പുരസ്കാരങ്ങൾ നൽകുക എന്നതാണ് ഈ ഓസ്കാർ അവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലോക സിനിമയിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഓസ്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം നടന്നത് 96ാമത്തെ എഡിഷനാണ്. ഈ ഓസ്കാറിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1929 മെയ് 16 ആദ്യമായിട്ട് ഓസ്കാർ അവാർഡുകൾ നടന്നത്. അന്ന് ഏകദേശം 270 പേരായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുത്തത്. തൊട്ടടുത്ത വർഷം 1930 ആദ്യമായിട്ട് റേഡിയോ സംപ്രേഷണം ചെയ്ത ഓസ്കാർ അവാർഡ്. ആദ്യമായി റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ഓസ്കാർ അവാർഡ് എന്ന് പറയുന്നത് 1930 പിന്നീട് 1953 ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുന്ന ഓസ്കാർ അവാർഡ് നടന്നത് 1953 പിന്നീട് 1983 ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു ഓസ്കാർ അവാർഡ് ലഭിക്കുന്നത്. അതായത് ഇന്ത്യക്കാരിയായ ഭാനു അത്തയ്യ എന്ന വ്യക്തിക്കാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഓസ്കാർ അവാർഡ് ലഭിക്കുന്നത്. അതായത് 1983 അതായത് ഗാന്ധി എന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കാരത്തിനായിരുന്നു അവർക്ക് ഈ അവാർഡ് ലഭിച്ചത്. പിന്നീട് ഇങ്ങോട്ട് നിരവധി അവാർഡുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. AR റഹ്മാനും റസൂൽ പൂക്കുട്ടിയും ഒക്കെ അടക്കം നിരവധി അവാർഡുകൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിലായിരിക്കും ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം ഓസ്കാർ പ്രതിമ കറുത്ത ലോഹത്തിൽ സ്വർണം പൂശിയ വെങ്കലം, ആ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. സ്വർണം പൂശിയ വെങ്കലം കറുത്ത ലോഹത്തിൽ. ഇതായിരിക്കും ഏറ്റവും അറിയപ്പെടുന്ന അവാർഡ് എന്നത്. ഈ അവാർഡ് കിട്ടുവാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരിക്കുന്നതെന്നും വേണമെങ്കിൽ പറയാം. എല്ലാവരുടെയും ഒരു ആഗ്രഹം ഈ ഒരു അവാർഡ് മേടിക്കുവാൻ വേണ്ടിയാണ് ഓസ്കാർ അവാർഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.